चिल्ड्रंस, पिछले क्लास में हमने मेरी ममदाई माँ नामक पाठ के बारे में बताया है। APJ अब्दुल कलाम का पाठ है। अगला देखिए। उस समय नमाज अदा करने तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते। उसके बाद मैं अपने घर से 3 किलोमीटर की दूरी पर स्थित रामेश्वरम रोड रेलवे स्टेशन पैदल जाता। वहाँ से होकर गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेता और तेजी से शहर लौटता। शहर में सबसे पहले मैं ही लोगों तक समाचार पत्र पहुँचाता था। उस समय അതിനുശേഷം ഞാൻ നമാസ് അദാ करने तथा നമസ്കരിച്ചതിനു ശേഷം അറബി സ്കൂൾ में ഖുറാൻ ഷരീഫ് सीखने के लिए അറബി സ്കൂളിലേക്ക് ഖുറാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. ഇനി അതിനുശേഷം अपने घर से 3 किलोमीटर की दूरी पर ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷൻ പൈദൽ ചലത്ത. അത്രയും ദൂരം ഞാൻ കാൽനടയായിട്ട് പോകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. വഹാം സെ ഹോക്കർ ഗുസർനെ വാലി, അവിടെ എത്തിച്ചേരുന്ന ധനുഷ്കോടി മേൽ സെ, ധനുഷ്കോടി എന്ന ട്രെയിനിൽ സമാചാർ പത്രോം കാ ബണ്ടൽ ലേത്ത, സമാചാർ ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിലെത്തും. और तेजी से शहर लौटता, എന്നിട്ട് ഞാൻ ആ ബണ്ടിലെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ടൗണിലേക്ക് തിരിച്ചു വരും. ഷഹർ മേം സബ്സെ പഹലെ, ടൗണിൽ ഞാനാണ് ആദ്യം എന്തെത്തിക്കുന്നത്, ആളുകൾക്ക് സമാചാർ പത്രം എത്തിക്കുന്നത്, ന്യൂസ് പേപ്പർ എത്തിക്കുന്നത് ഞാനാണ്. यह जिम्मेदारी निभाने के बाद मैं 8 बजे तक घर वापस आ जाता. उस समय मेरी माँ मुझे सामान्य नाश्ता देती, जो मेरे अन्य भाई बहनों के दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता, क्योंकि मैं पढ़ाई और कमाई एक साथ करता था. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया രാശി की വസൂലി के लिए निकल पड़ता. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കലാംജി എന്താ ചെയ്യുന്നത്, 8 ബജെ തക്ക് 8 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തിച്ചേരുന്നു. ആ സമയം മേരി മാ, എൻ്റെ അമ്മ മുझे സാമാന്യ നാശ്ത ദേത്തി, എനിക്ക് നാശ്ത തരും. ഇനി എങ്ങനെയാണ് നാശ്ത തരുന്നത്, എൻ്റെ മറ്റു സഹോദരന്മാർക്ക്, എൻ്റെ വീട്ടിലെ മറ്റു ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ തുലനാസെ കുച്ച് വിശേഷോത്ത, കുറച്ച് സ്പെഷ്യലായിട്ടാണ് അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്. അതെന്തിനാ, കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്, क्योंकि मैं पढ़ाई और कमाई एक साथ करता था. हाँ, कलाम जी ने पढ़ाई के साथ कमाई भी एक साथ करते था. कमाई का मतलब क्या है, हाँ, വരുമാനം സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ട്. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता, ഞാൻ വീണ്ടും പോകുന്നു. उस दिन की एक घटना मुझे अभी भी याद है. ആ ദിവസം ഉണ്ടായ ഒരു സംഭവം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. हम सभी भाई बहन साथ बैठकर खाना खा रहे थे और माँ मुझे रोटी देती जा रही थी. ഞങ്ങളെല്ലാ സഹോദരന്മാരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു, നാശ്ത കഴിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എനിക്ക് റോട്ടി തന്നിരിക്കുകയായിരുന്നു. चूँकि हम बात खाने वाले लोग हैं, इसलिए चावल तो खुले बाज़ार में उपलब्ध था, किंतु गेहूँ पर റേഷനിങ് थी. ചാവല് ബാസാറിൽ ലഭിക്കും, പക്ഷേ ഈ ഗേഹു, ഗോതമ്പ് എന്ന് പറയുന്നത് റേഷനിങ് തീ, അത് ഞങ്ങളുടെ വീട്ടിലുള്ള വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് റോട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ.
जब मैं खाना खा चुका तो मेरे बड़े भाई तो मुझे एकांत में बुलाकर टांडा. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ മൂത്ത സഹോദരൻ എന്നെ മാറ്റി നിർത്തി വിളിച്ചുകൊണ്ട് ടാണ്ടന കാ മതലബ് ക്യാ ഹേ, ശകാരിക്കുക, വഴക്കു പറഞ്ഞു. എന്തിനാ വഴക്കു പറഞ്ഞത്? കലാം ജാൻതേ ഹോ ക്യാ ഹുവാ, നിനക്കറിയോ എന്താ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്? തും റോട്ടി ഖാനെ ജാ രഹേ തേ और माँ तुम्हें रोटी देती जा रही थी. നീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് അമ്മ റോട്ടി തന്നുകൊണ്ടിരുന്നു. ഉന്നോനെ അപ്പനെ ഹിസ്സേ കി ബി സാരി റോട്ടിയാൻ തുമേം ദീദി. അമ്മ തന്നത് അമ്മയുടെ പാർട്ടായിരുന്നു. അത് അമ്മയ്ക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്ന അമ്മേൻ്റെ പങ്ക്. ഹിസ്സ എന്ന് പറഞ്ഞാൽ പങ്ക്. ആ പങ്കാണ് അമ്മ നിനക്ക് തന്നത്. അബി ഘർ കി പരിസ്ഥിതി ടീക് നഹി ഹേ, ഇപ്പോൾ വീട്ടിലെ അവസ്ഥ മനസ്സിലായില്ലേ? एक जिम्मेदार बेटा बनो और अपनी माँ को भूखे मत मारो. എന്നിട്ട് ഏട്ടൻ ഇതുകൂടി പറഞ്ഞു, വീട്ടിലെ പരിസ്ഥിതി മനസ്സിലാക്കിയിട്ട് അമ്മയുടെ വിശപ്പ് മാറ്റൂ എന്നൊരു കാര്യം കൂടി ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. നോക്കൂ. उस समय नमाज अदा करने तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते. उसके बाद मैं अपने घर से 3 किलोमीटर की दूरी पर स्थित रामेश्वरम रोड रेलवे स्टेशन पैदल जाता. वहाँ से होकर गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेता और तेजी से शहर लौटता. शहर में सबसे पहले मैं ही लोगों तक समाचार पत्र पहुंचाता था. ये जिम्मेदारी निभाने के बाद मैं 8 बजे तक घर वापस आ जाता. उस समय मेरी माँ मुझे सामान्य नाश्ता देती, जो मेरे अन्य भाई बहनों के दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता, क्योंकि मैं पढ़ाई और कमाई एक साथ करता था. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता. उन दिनों की एक घटना मुझे अभी भी याद है. हम सभी भाई बहन साथ बैठकर खाना खा रहे थे और माँ मुझे रोटी देती जा रही थी. चूँकि हम बाद खाने के वाले लोग हैं, इसलिए चावल तो खुले बाज़ार में उपलब्ध था, किंतु गेहूँ पर राशनिंग थी. जब मैं खाना खा चुका तो मेरे बड़े भाई ने मुझे एकांत में बुलाकर टांटा. कलाम जानते हो क्या हुआ? तुम रोटी खाते जा रहे थे और माँ तुम्हें रोटी देती जा रही थी. उन्होंने अपने हिस्से की भी सारी रोटियां तुम्हें दे दिया. अभी घर की परिस्थिति ठीक नहीं है. एक जिम्मेदार बेटा बनो और अपनी माँ को भूखो मत मारो. Okay, read it more times and write the meanings too. Thank you.